ഇന്ത്യയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ മഹാരാഷ്ട്രയിലെ ഷിർഡിയിലാണ് ഉള്ളത്. സായിനഗർ ഷിർഡി റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് ഞങ്ങളുള്ളത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട മുംബൈയിൽ നിന്ന് ഷിർഡിയിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് അതവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ വന്ദേ ഭാരതൊക്കെ ഇറങ്ങി ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഈ വീഡിയോയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഷിർഡിയിലത്തെ കുറച്ച് കാഴ്ചകൾ, നമുക്ക് ഈ പറഞ്ഞ പോലെ മന്ദിരമൊക്കെ പോകാനുണ്ട്, അതുപോലെ തന്നെ താമസ സൗകര്യം, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ സായിനഗർ ഷിർഡി എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഈ ഒരു തീർത്ഥാടന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ട്രെയിന് വരേണ്ട കാര്യം, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരികയാണെങ്കിൽ ചെന്നൈയിൽ നിന്ന് ഒരു വീക്ക്ലി ട്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ മൈസൂരിൽ നിന്ന് ഒരു ട്രെയിൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ട്രെയിനുകളൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ മുംബൈയിലെത്തിയ ശേഷം വന്ദേ ഭാരതിന് വരാം, അല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് തന്നെ ദാദറിന്ന് രാത്രി ട്രെയിനുകളും ഉണ്ട് ഇവിടത്തേക്ക്. ഒരുപാട് ബസ്സുകളൊക്കെ ഉണ്ട്. പൂനെയൊക്കെ വന്നാൽ തന്നെ മന്മദ്, അതുപോലെ തന്നെ അഹമ്മദ് നഗർ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ വന്നാൽ ഒരുപാട് ബസ്സുകളൊക്കെ ഉണ്ട്. ട്രെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക 11:45 സമയം നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ താമസ സൗകര്യത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം. അതെ, ഇവിടെയാണ് സായിനഗർ ഷിർഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം ബോർഡൊക്കെ ഉള്ളത്. കണ്ടതാ. ഇനിയിപ്പോൾ വന്ദേ ഭാരതിന് വന്ന ആൾക്കാരൊക്കെ ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ. ഞങ്ങളൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തേട്ടാ. ഞങ്ങൾ മുംബൈയിൽ നിന്ന് വന്ന കോച്ച് ഇതാണ്, C14. ഷിർഡി റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. പ്രശ്നമൊന്നുമില്ല, നല്ല വൃത്തിയാക്കിയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. 1ാം നമ്പർ പ്ലാറ്റ്ഫോമായത്. സായിനഗർ ഷിർഡി റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത്, നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടല്ലോ, അതായത് നമുക്ക് അക്കോമഡേഷൻ സായി ആശ്രം ധർമ്മശാല നമ്മുടെ ക്ഷേത്രത്തിന്റെ, അതായത് ട്രസ്റ്റിന്റെ തന്നെയാണ്. അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ പോയിട്ട് ശേഷം പറയാം. കാരണം നമുക്കിപ്പോൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നേരെ അവിടത്തേക്ക് പോവാം. ഒരു 2-2.5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ടാക്സിയോ ഓട്ടോ ഒക്കെ ചെറിയ പൈസയിൽ കിട്ടുവാണെങ്കിൽ അങ്ങനെ പോകുന്നിട്ട് അവിടെ എത്തിയ ശേഷം നമുക്ക് കുളിച്ച് ഫ്രഷ് ആവണം. അതെ, ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. അതെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് പറയാനുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് മന്ദിറിലേക്ക് പോകാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓട്ടോക്കാര് പുറകെ വിട്ട് മാറുന്നില്ല അല്ലേ? ഒരു ചേട്ടൻ നമ്മുടെ പിറകെ തന്നെ കുറെ നേരമായിട്ട് ഉണ്ട്. അതെ, ഇപ്പൊ ഇവിടുന്ന് ഷെയർ വണ്ടിക്ക് പോവാം. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുന്ന് ഒരു ഓട്ടോ ആക്കി ഞങ്ങൾ താമസിക്കുന്ന അവിടത്തോട്ട് പോവാണ്. 2.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഓട്ടോ ഒക്കെ പറഞ്ഞത് രണ്ടുപേർക്കും കൂടെ 100 രൂപയാണ്. വഴിക്ക് ഒരു കുഞ്ഞു പോലും ഇല്ല. പിന്നെ ഓട്ടോ ആക്കാന്ന് വിചാരിച്ചു. കറക്റ്റ് അവിടെ തന്നെ കൊണ്ടാക്കുമല്ലോ. സായി ആശ്രം ധർമ്മശാല. ഈ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ഉള്ളിലേക്കാണ്. കാരണം നമുക്ക് ആ ഒരു മന്ദിരമൊക്കെ ഉള്ളത് കുറച്ച് ഉള്ളിലേക്കാണ്. നമുക്ക് കുറച്ച് പോകാനുണ്ട്, 3 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ കൂടുതൽ ഓട്ടോ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുള്ളത്. ഷെയർ ഓട്ടോകളും ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എങ്ങനെ വേണം വരിക. വിജനമായൊരു വഴി. ഈ മുന്നിൽ പോകുന്ന ബസ്സില്ലേ, സായിബാബ സംസ്ഥാൻ ഫ്രീ, അതായത് നമുക്ക് ഇവിടെ പോകാനുള്ള ഇതാണ് ഫ്രീ ബസ്. ട്രസ്റ്റിൻ്റെ തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ ഓട്ടോ ഒന്നും വേണമെന്നൊന്നുമില്ല. പക്ഷെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് ഈ ബസ് വരും തോന്നില്ല. ഒരു മന്ദിർ ഭാഗത്തേക്കൊക്കെ, ടൗണിൽ നിന്ന് മന്ദിർ ഭാഗത്തേക്കൊക്കെ പോകാൻ ഈ ഒരു ബസ് ട്രസ്റ്റുകാരെന്നെ നടത്തുന്നത്. ഇതാണ് ഷിർഡി ആ ഒരു ടൗണിൻ്റെ ഭാഗങ്ങൾ. നമ്മൾ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്താണ് ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങിയത്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. നമുക്കിനിപ്പോൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കുറച്ച് പോകാനുണ്ട്. ഞങ്ങൾ ഈ ഒരു ബസ് സ്റ്റാൻഡൊക്കെ വന്ന് കാണുന്ന ആയിരത്താലാണ് ഇവിടെ വന്ന് ഇറങ്ങിയത്. നമ്മുടെ ആ ഒരു പ്രസാദ കൗണ്ടറിൻ്റെ ഒക്കെ അവിടെയാണ് നമ്മുടെ ഇത് വരുന്നത്. ഇത് സായിബാബ ഹോസ്പിറ്റൽ. നമുക്ക് നേരെയാണ്. ഞങ്ങളിവിടെ ബുക്ക് ചെയ്തിട്ടുള്ള സായി ആശ്രമത്തിലേക്ക് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 2 മണിക്കൂറിന് മേലെയായി. ഇവിടെ 11:30 എത്തിയാണ്, ഇപ്പോൾ 1:30. ഇവിടെ സ്റ്റേ ചെയ്യേണ്ട 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഭക്തി നിവാസവും ഉണ്ട്, പിന്നെ ഒന്ന് സായി ആശ്രമവും ഉണ്ട്. അപ്പോൾ ഈ ഒരു സായി ആശ്രമത്തിലേക്കുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷനൊന്നും നമുക്ക് മാപ്പിലൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് കണ്ടെത്തുക കുറച്ച് റിസ്ക്കാണ്. ഇവിടുത്തെ പോലീസുകാരോട് ചോദിച്ചു, ഓട്ടോക്കാരോട് ചോദിച്ചു, ആർക്കും തന്നെ ഇത് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ ഈ ഒരു പ്രസാദ കൗണ്ടറൊക്കെ ഇല്ലേ, പ്രസാദം കൊടുക്കുന്ന അവിടെ നമ്മുടെ അന്നദാനമൊക്കെ കൊടുക്കുന്നത് ആ ഒരു ഭാഗത്താണ്. പക്ഷെ ഇത് കണ്ടെത്താൻ പറ്റണ്ടേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുക. പിന്നെ ഒന്നും കൂടെ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കട്ടെ. പ്രസാദാലയം വരുന്ന അങ്ങ് അവിടെയാണ്. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ 2-3 വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. കാരണം ഇവിടെ ഇല്ലവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഭക്തി നിവാസിൻ്റെ
പേരാന്ന് പറയുന്നത്. ഇനി അങ്ങ് അവിടെയുണ്ട് ഒരു ബിൽഡിങ്, ഇവിടെയുണ്ട്, അത് പോയി നോക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ബാഗ് എടുത്തിട്ട് തന്നെ നടക്കാം. ഞങ്ങൾ നേരത്തെ കാണിച്ച ആ പ്രസാദാലയത്തിൻ്റെ ആ ഒരു റോഡ് തന്നെ വന്ന് എഴുതാ ഇതുവഴി ഒരു ഊഹം വെച്ച് പോവാണ്. ഇനി അതാവണേ ദൈവമേ. കാരണം ഇത്രയും എന്താ പറയുക ഒരു ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായി. കാരണം ബുക്കും ചെയ്തിട്ട് ഇവരുടെ ട്രസ്റ്റിൻ്റെ ഒരു ഗൂഗിൾ മാപ്പിൽ ഒരു ലൊക്കേഷൻ പോലും ഇല്ല, എവിടെയും ഒരു ബോർഡില്ല. ആരോടും ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നില്ല. പറഞ്ഞാൽ അവർക്ക് എല്ലാവരും പറയുന്നത് ഭക്തി നിവാസം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇല്ലേ. അതായത് നമുക്ക് താമസിക്കേണ്ട സൗകര്യം എന്ന് പറഞ്ഞാൽ 2 ട്രസ്റ്റിന്റെ ശ്രീ സായിബാബ സൻസാൻ ട്രസ്റ്റിന്റെ 2 താമസ സൗകര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് സായി ആശ്രം ഭക്തി നിവാസ്, ഒന്ന് സായി ആശ്രം ധർമ്മശാല. അതിൽ നമ്മൾ താമസിക്കുന്നത് സായി ആശ്രം ധർമ്മശാലയിലാണ്. ഈ സായി ആശ്രം ഭക്തി നിവാസിൽ ഞങ്ങൾ ആദ്യം പോയി, ആ ഭാഗത്തൊക്കെ പോയി. എല്ലാവരും ഓട്ടോക്കാർക്കൊക്കെ അതേ അറിയുള്ളൂ, അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും. പക്ഷെ എനിക്ക് അന്നേരം തോന്നി വരും അവിടെ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. അല്ലല്ല, ശരിക്കും പറഞ്ഞാണ്ടല്ല, ഞാൻ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ വഴി റൂം ബുക്ക് ചെയ്യായിരുന്നു. ഇത് കറങ്ങി തിരിഞ്ഞ് വന്നില്ലേ ഇത്. നമ്മൾ എത്ര ടൈമാ വെറുതെ പോയത്. ഇവിടെ ഒരു സ്കൂളുണ്ട്, അതുപോലെ തന്നെ സായി ആശ്രം ഉണ്ട്. അതാ സായി ധർമ്മശാല കണ്ട ഈ റോഡ് ഉണ്ട്. ഇത് ഇങ്ങോട്ട് സായി ധർമ്മശാല, വെയിറ്റ് സായി ധർമ്മശാല. അങ്ങനെ എത്ര നടന്നാണ് ഇത്. ഏതെങ്കിലും ഒരാൾ നല്ല രീതിയിൽ പറഞ്ഞു തരുവാണെങ്കിൽ ഞങ്ങളെപ്പോലില്ല ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആവില്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഇപ്പോൾ ഒരുപാട് ടയേർഡായി. കാരണം ഈ നല്ല രീതിയിൽ ബാഗ് എടുത്തിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് നടന്നു. പിന്നെ റോഡ് മൊത്തം പൊടിയും കൂടിയാണ്. ഫൈനലി എത്തിയിരിക്കുകയാണ് സായി ധർമ്മശാല. നമ്മൾ നേരത്തെ വന്നത് അതിൻ്റെ മറ്റൊരു ഭാഗത്താണ്. ഈ വഴിയൊക്കെ നടന്നു വന്ന അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ മറ്റൊരു വശം. ഈ ഭാഗത്താണ് നമ്മൾ എടുത്തിട്ടുള്ള ആ റൂമുകളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഇതിൻ്റെ അകത്തോട്ട് പോവാം. നമ്മളിതിൻ്റെ കൗണ്ടറിലെത്തിയിരിക്കുകയാണ്. സായി ധർമ്മശാല നമ്മളെടുത്തിട്ടുള്ളത് ഡോർമെട്രിയാണ്. ബെഡ് 24 മണിക്കൂറിന് ഒരു പേഴ്സൺ 20 രൂപയാണ് ഇവിടെ ആവുന്നത്. നവീൻ അവിടെ ഡീറ്റെയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചെക്കിങ്ങോ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ഡോർമെട്രി ഉണ്ടല്ലോ, B ബ്ലോക്കിലേക്കാണ് വരാൻ പറഞ്ഞത്. ഇത് ഈ അല്ലേ, അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് 2 കൂടെ കഴിക്കാനുണ്ട്. അപ്പോൾ നേരെ B ബ്ലോക്കിലേക്ക് പോവാം. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ നേരെ വരിക. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഓരോരോ റൂംസ് ഉണ്ട്. B2 ഉണ്ട്, നമ്മുടേത് B3 ആണ്. കണ്ട B3യിലുണ്ട് ഇത്രയും ബെഡ്സ് ഉണ്ട്. ഇത് മുഴുവൻ ബെഡ്സാണ്. ഇവിടെ തന്നെ 18 ബെഡുകളുണ്ട് ഈ ഒരു മുറിയിൽ. ഇവിടെ ഇപ്പം നമുക്ക് ലോക്കറുണ്ട്. എൻ്റെത് 6 ആണ്. 6ൻ്റെ ലോക്കർ എവിടെ അതങ്ങതെ അവിടെ എനിക്കുണ്ട്. അതിൻ്റെ കീ ഉണ്ട്. പിന്നെ നവീത കീ ഉണ്ട്. എനിക്ക് B3, അതായത് B3 തന്നെ 7 എൻ്റെ ഇതാ. അപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇവിടെ ലോക്കൊക്കെ ചെയ്യാം. ബെഡൊക്കെ അടുപ്പിച്ചാണ്. അപ്പം 24 മണിക്കൂറിന്റെ സ്ലോട്ടാണ് ഞങ്ങൾ എടുത്തത്. വെറും 20 രൂപ. ഞങ്ങളുടെ യാത്ര തുടങ്ങി എനിക്കൊന്ന് ഇത്രയും ചെറിയ പൈസക്ക് നമുക്കൊരു താമസ സൗകര്യം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. നമുക്ക് റൂം എന്നിപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ജസ്റ്റ് ഫ്രഷ് ആവണം, കുളിക്കണം, എന്നിട്ട് ഈ പറഞ്ഞ ബാഗൊക്കെ അതിനകത്ത് വെച്ചിട്ട് പുറത്തേക്ക് പോകണം. അതെ, ഇവിടെ 2 ബെഡ് ഇവിടെ ഉണ്ട്. എൻ്റേത് 6, നവീൻ്റെ 7. ഇതിൻ്റെ ഇവിടെ തന്നെയാണ് നമുക്ക് ബാത്റൂമും ടോയ്ലറ്റൊക്കെ വരുന്നത്. ഇത് ഡ്രിങ്കിങ് വാട്ടർ, നമുക്ക് കുടിക്കേണ്ട വെള്ളം. പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോയാലാണ് കണ്ടോ എഴുതിയിട്ടുണ്ട് ബാത്റൂം, ജെൻസിൻ്റെ ആണിത് ബാത്റൂം. അതായത് നമുക്ക് കുളിക്കേണ്ടത് ഈ ഒരു ഭാഗത്തേക്കും, നമുക്ക് ടോയ്ലറ്റൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കും. ഇവിടെ തന്നെ നമുക്കൊരു വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഫ്രഷ് ആവട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. നമ്മളെ ബാഗിനിപ്പോൾ ഈ ഒരു ലോക്കറിൻ്റെ അകത്ത് വെക്കണം. അതിൻ്റെ അകത്താണ് നമുക്കുള്ള ഈ ഒരു പില്ലോയും ഒരു പുതപ്പും ഉള്ളത് കേട്ടോ. അത് ഞാൻ വിചാരിച്ചത് ഇല്ലയെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നിൽക്കട്ടെ. കാരണം ഞങ്ങൾ ഈ ബാഗ് മാത്രമേ ഇപ്പം അതിൻ്റെ അകത്ത് വെക്കാൻ നോക്കുന്നുള്ളൂ. പുതപ്പൊക്കെ വേണമെങ്കിൽ വന്നിട്ട് നോക്കാം. ഇപ്പം ഇതിൻ്റെ അകത്ത് വെക്കാം, നല്ല സൗകര്യമുണ്ട്, പ്രശ്നമൊന്നുമില്ല. കുളിച്ച് ഫ്രഷായി ഞങ്ങളിതാ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ വഴിയില്ല, അങ്ങ് അവിടെയാണ് നമ്മുടെ ഇതൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ നേരെ നമുക്ക് പുറത്തേക്ക് പോകാം. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഞങ്ങൾ താമസിച്ച ആ ഒരു ഭാഗമൊക്കെ അവിടെയാണ്. ഈ ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു ഭാഗം നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നേരെ പോകേണ്ടത് ആ ഒരു ഭാഗത്തേക്കാണ്. ഇനി ഒരു ഷിർദിയിലെ താമസ സൗകര്യം, അക്കോമഡേഷൻ, അതാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. നമ്മളിവിടെ ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ എന്താ പറയുക, നമുക്ക് നമ്മുടെ ഈ ടൗണിലേക്ക് ബാഗ് ഇട്ട് നടക്കുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് ചോദിക്കും നിങ്ങൾക്ക് റൂം വേണോ, സംഭവങ്ങൾ. ഏത് തീർത്ഥാടന കേന്ദ്രങ്ങൾ പോയി കഴിഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിന് പറഞ്ഞാൽ ഓൺലൈൻ വഴി ആപ്പുകൾ ഉണ്ട്, നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് റൂമുകൾ ബുക്ക് ചെയ്യാം. ഇവിടെ റൂമിനോ അല്ലെങ്കിൽ ഹോട്ടലിനോ ഒന്നും ഒരു ക്ഷാമമില്ല. ഇഷ്ടം പോലെ പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എന്താ നമ്മുടെ ട്രസ്റ്റിൻ്റെ വക
സായിബാബ സൻസ്ഥാൻ ട്രസ്റ്റിൻ്റെ വകയുള്ള താമസ സൗകര്യമാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണം ഇവിടെ ഉണ്ട്. ഒന്ന് ഭക്തി നിവാസ്, അത് ഇവിടെ നിന്ന് തന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു നേരത്തെ ഈ ഇത് കാണിച്ചില്ലേ, അവിടെ നിന്ന് തന്നെ 3 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ആദ്യം അവിടെയാണ് നമ്മുടെ ഓട്ടോക്കാരൻ കൊണ്ട് ചെന്ന് ഇറക്കിയത്. അതായത് ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഓട്ടോ, അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ധർമ്മശാല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ധർമ്മശാല, സായി ആശ്രം ധർമ്മശാല, മറ്റേത് സായി ആശ്രം ഭക്തി നിവാസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അപ്പം ഓട്ടോക്കാരോട് ചോദിച്ചാൽ എല്ലാവരും അവിടെ കൊണ്ടാക്കൂലൂ. ഇതിന്റെ പേര് പറഞ്ഞാലും ആൾക്കാർ അതേ കാണിച്ചു തരുള്ളൂ. അപ്പൊ ഞങ്ങൾ അതിന്റെ ഭാഗത്ത് എന്താ പറയാ മൊത്തം കറങ്ങി, നമുക്കൊന്നും മനസ്സിലായില്ല ആദ്യമായിട്ടല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന സായി ആശ്രം ധർമ്മശാല ഗൂഗിൾ മാപ്പിൽ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ചോദിച്ചാലും മര്യാദക്ക് പറഞ്ഞു തരാൻ ആളില്ലാത്തതുകൊണ്ടാണ്. കണ്ടുപിടിച്ചാൽ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്താ പറയാ ബുക്ക് ചെയ്യാം. പക്ഷേ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് കുറച്ച് പണി കിട്ടും. പണി തന്നെ വേറൊന്നല്ല, അതിന്റെ സ്ലോട്ട് എടുക്കാനോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനോ സെലക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. പ്രോസസ്സിംഗ് അത്ര പോരാ. അതെ, അതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ ഒരു ആപ്പ് ഉണ്ട്, നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ആപ്പ് ഉണ്ട്, സായിബാബ ഷിർദി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആപ്പ് തന്നെ കാണാം. അപ്പം ഇത് എടുത്തു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇത് എടുക്കുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത ശ്രീ സായിബാബ സൻസ്ഥാൻ ട്രസ്റ്റ് ഷിർദി എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ട് വരും സംഭവം. അതിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അതിൽ ഓരോരോ ഡേറ്റും കാര്യങ്ങളൊക്കെ വരും, എവിടെയാണ് വേണ്ടതെന്ന്. ഭക്തി നിവാസിൻ്റെ അതും കാണിക്കും, ഇതിൻ്റെ ഇതും കാണിക്കും. പിന്നെ അതുപോലെ തന്നെ ഭക്തി നിവാസിൽ റൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിനെക്കാട്ടും കുറച്ചും കൂടെ പൈസ കോസ്റ്റ്ലിയാണ്, കുറച്ചും കൂടെ ഒരു ലക്ഷറി ആയിട്ട് തോന്നിക്കുന്നത് അതാണെന്ന് തോന്നുന്നില്ല. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു പണിയില്ല. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ സ്ഥലമില്ലേ, ഇവിടെ പറഞ്ഞാൽ ഞങ്ങൾ താമസിച്ചത് വെറും 20 രൂപയ്ക്കാണ്. 20 രൂപയ്ക്ക് നിങ്ങൾക്ക് 24 മണിക്കൂർ നമ്മളൊരു സ്ലോട്ട് എടുത്തുനിന്ന് കൂട്ടിക്കും. ആ സ്ലോട്ട് എടുത്താൽ അതിൻ്റെ 24 മാക്സിമം 48 മണിക്കൂർ വരെ നമുക്ക് താമസിക്കാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 20, 20, 40 പിന്നെ ഒരു 10 രൂപ അഡീഷണൽ ആയിട്ട് അതിൻ്റെ ഒരു ചാർജ് അതെ അത്രയാണ് ആയത്. ഇതിൻ്റെ ആപ്പിൽ സംഭവം എന്ന് വെച്ചാൽ കാണുന്നുണ്ടായാലും വല്ലതും അല്ല, ഓൾറെഡി ബുക്ക് ഇതാ വന്നു സംഭവം. ഇതാണ് ആപ്പ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ കണ്ടതാ ഡോർമെറ്ററി റൂംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട ഇത് സംഭവം. ഞാൻ നേരത്തെ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ആക്കി, ദർശൻ ഉണ്ട്, ആരതി ഉണ്ട്, റൂം ഡോർമെറ്ററി. ഈ സംഭവം ഞാൻ എൻ്റെ മൊബൈൽ നമ്പറും എനിക്കൊരു OTP ഉണ്ട്. ആ OTP ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് എനിക്ക് അത് അടിച്ചു കൊടുത്താൽ എൻ്റെ ഡീറ്റെയിൽ മൊത്തം കിട്ടും. നിങ്ങൾക്ക് ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ചിലപ്പോൾ കാണണമെന്നില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് നേരെ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ തന്നെ റൂം ഓക്കെ അത്രേ ഉള്ളൂ. പിന്നെ അവിടെ വേറെ പരിപാടിയൊന്നും ഇല്ല. നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവരിലേക്ക് വന്നല്ലോ. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് തന്നെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓഫ്ലൈനും ഉണ്ട് കേട്ടോ. പിന്നെ ഓഫ്ലൈനോട് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓഫ്ലൈൻ എന്ന് പറഞ്ഞ സംഭവം, ഓഫ്ലൈൻ അവിടെ റൂമുകൾ അവൈലബിൾ ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് അവിടെ കിട്ടും. പക്ഷെ അത് നമുക്ക് പ്രതീക്ഷിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം ഇവിടെ വിശേഷ ദിവസമൊക്കെ ആണെങ്കിൽ റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവിടത്തേക്ക് വരേണ്ട കാര്യം പറയുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മനസ്സിൽ വിഷമോ എന്തൊക്കെയോ തോന്നിപ്പോയി. കാരണം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മളെ റൂം കണ്ടുപിടിക്കാൻ കഴിയണ്ടേ. 2 മണിക്കൂറിന് മുകളിലല്ലേ ഇല്ല കൂടെ ചുറ്റി തിരിഞ്ഞ് നടന്നത്. അതെ, അതുകൊണ്ടാണ് ഭയങ്കര ഒരു ഇതായത്. അതിപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്കുണ്ടെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷെ കണ്ടുപിടിച്ചാൽ കുഴപ്പമില്ല, അടിപൊളിയാണ്. അടിപൊളി സ്ഥലം തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഈ കാണുന്ന ഭാഗത്തേക്ക് പോവാം. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇതാണ് ഇവിടുത്തെ പ്രസാദാലയം. അതായത് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ അന്നദാനം കിട്ടും. ഇവിടെ ഒരുപാട് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇതാ നടന്നു പോകേണ്ട വഴി ഇതാണ്. ഞങ്ങൾ ആ ഒരു വഴിയാണ് വന്നത്. അപ്പോൾ അവർ കാണുന്നില്ല, ആ ഗ്രൗണ്ട് ഭാഗം അവിടെയാണ്. ഇതൊരു ഷോർട്ട് വഴി, റോഡ് അതിലെ കൂടെ വരുന്നത്. ഈ പ്രസാദാലയത്തിൻ്റെ ഇവിടുന്ന് സായിബാബേൻ്റെ സംസ്ഥാൻ ട്രസ്റ്റിൻ്റെ ഫ്രീ ബസ് സർവീസൊക്കെ ഉണ്ട് ഇവിടുന്ന്. വേണ്ടേ, ഇവിടുന്ന് തന്നെ ഇനിയിപ്പോൾ മന്ദിറിൻ്റെ അവിടത്തേക്ക് നമുക്ക് നടന്നിട്ടൊന്നും പോകണ്ട. ഈ ബസ് ഉണ്ടെങ്കിൽ ഇതിന് കയറിയിട്ട് പോവാം. ശ്രീ സായിബാബ സംസ്ഥാൻ ട്രസ്റ്റ് ഷിർദി, ഇവിടെ തന്നെ പ്രസാദാലയം. ഇവിടെ നിന്നാണ് ഇപ്പോൾ നമുക്കുള്ള അന്നദാനമൊക്കെ ഉള്ളത്. വൈകാതെ തന്നെ അകത്തോട്ട് പോയിട്ട് നമുക്ക് കഴിക്കാം. ഇവിടെ ഫ്രീയും ഉണ്ട് പെയ്ഡും ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് കഴിക്കാം. ഇതുവഴിയാണ് ഇനി കയറി പോകാനുള്ളത്. ക്യൂ ഒക്കെ നിൽക്കാണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഫ്രീ പ്രസാദ് മീൽ കൂപ്പൺ കൗണ്ടർ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കൂപ്പൺ എടുക്കണം. അപ്പോൾ ക്യൂ നിന്നിട്ട് അവിടെ നിന്ന് കൂപ്പൺ എടുത്തിട്ട് പോവാം. അവിടെ നിന്ന് 2 കൂപ്പൺ എടുത്തു. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഫ്രീ ആണല്ലോ. അപ്പോൾ 2 പേർക്ക് കഴിക്കേണ്ടത് എടുത്തു. ഇനിയിപ്പോൾ നേരെ ഇവിടെ ഇതിലൂടെ ആയിട്ടും പോയിട്ട് ക്യൂ നിന്നിട്ട് നമുക്കത് കഴിക്കാം. അതുപോലെ തന്നെ പെയ്ഡും ഉണ്ട്. ഇവിടെ പെയ്ഡുണ്ട്. പെയ്ഡിന് 50 രൂപയാന്ന് തോന്നുന്നു. അവിടെ ഒരു ബോർഡ് കണ്ട പോലെ തോന്നി. നമുക്ക് എന്തായാലും പെയ്ഡ് വേണ്ട, നേരെ കയറാം. എന്തായാലും ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ്. നോക്കിയാൽ നിങ്ങൾ തന്നെ ഇങ്ങനെ വളഞ്ഞ് പോകേണ്ടതാണ്.
ഇവിടെ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഗ്ലാസും അതുപോലെ തന്നെ ഇതെന്തോ ഒരു ഇലയാണ്. ഇല കൊണ്ടൊരു പ്ലേറ്റ് ആക്കി. അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. വെള്ളം കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ. നമ്മളതിലൊക്കെ കിട്ടി. ഇനി ചോറ് അങ്ങനെ എന്തൊക്കെ വരാനുണ്ട്. ചോറ് വന്നോ, ഇനി ഒരു കറി വരുന്നുണ്ട്. മിക്കവാറും ദാല് പരിപ്പ് കറി ആയിരിക്കും. നോക്കാം നമുക്ക്. വേറെ എന്തോ റൊട്ടിയും വരുന്നുണ്ട്. രണ്ട് കറിയുണ്ട്. ഈ രണ്ട് കറികൾ അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറുണ്ട്, ഇത് പരിപ്പ് കറി, ദാലുണ്ട്, പിന്നെ ഇത് വേറെ എന്തോ ഒരു കറി. ഇതും ദാല് തന്നെയാണ്. പിന്നെ ഇതും ഇതറിയാം, ഇതിൻ്റെ പേരറിയില്ല കേട്ടാ. പിന്നെ ഇതൊരു മധുരമാണ്. പിന്നെ റൊട്ടിയുണ്ട് രണ്ടെണ്ണം. ഇതാണ് ഇവിടുത്തെ അന്നദാനമായിട്ട് കിട്ടുന്നത്. ഇവിടെ നിന്നുള്ള അന്നദാനമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇതുവഴി ഇനിയിപ്പോൾ നടന്നിട്ട് നമുക്ക് പോവാം. നല്ല നടക്കാൻ പറ്റും. നല്ല അടിപൊളി വഴിയാണ്. ഇവിടെ നല്ല മരത്തണലൊക്കെ ഉണ്ട്. നല്ല രസമാണ്. സൂര്യൻ അസ്തമിക്കാനായില്ല. വെൽക്കം ടു സായി പ്രസാദ് മാർക്കറ്റ്. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പം നമ്മൾ നേരെ മന്ദിർ ഭാഗത്തേക്കാണ് പോകുന്നത്. നല്ല രസമല്ലേ നടക്കാൻ. മന്ദിർ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. 1 കിലോമീറ്റർ നമുക്ക് നടന്നിട്ട് പോവാം. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ട്രസ്റ്റിൻ്റെ ബസ് ഉണ്ടാവുന്നു. ആ ബസ് ഇനിയിപ്പോൾ അവിടെ വരുന്നവരെ കാത്ത് നിൽക്കണം. അതിനെക്കാട്ടും നല്ല നമുക്ക് നടന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് നടക്കാമല്ലോ. അതിലൊക്കെ ഷോപ്പുകളുണ്ട്. ഇവിടെ സായിബാബയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഹോട്ടൽ അല്ല, അവിടെ അവർ ഇത് ബോർഡ് അല്ല അതേ തോന്നുന്നു. അതെ, ഇത് മ്യൂസിയം. നമുക്കിനി ഇവിടുന്ന് റൈറ്റിലേക്കാണ് എന്നാൽ ട്രസ്റ്റിൻ്റെ ഫ്രീ ബസ് സർവീസ്. ഇതിനിപ്പോൾ അവിടുത്തെ പോയി അവിടുന്ന് ആളെ കയറ്റി തിരിച്ചു വരും. മെയിൻ ഹൈവേ ഇവിടുന്ന് നേരെ ഈ കാണുന്ന ഭാഗത്തോട്ട്. ഇതിനിപ്പോൾ നേരെ നമുക്ക് പോയാൽ മന്ദിറിൻ്റെ അവിടത്തേക്ക് പോവാം. അതുപോലെ തന്നെ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സ്റ്റേൻ്റെ ആദ്യത്തെ ഇത് പറഞ്ഞില്ലേ, ഭക്തി നിവാസ്, അത് നേരെയാണ്. ഈ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ സൈഡിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. പല ടൈപ്പ് ബിരിയാണികൾ, ഹൈദരാബാദി ദം ബിരിയാണി എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പ്രസാദാലയം നമ്മൾ മന്ദിർ പോകുന്ന വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷിർദിയിലേക്ക് വരുന്നവരൊന്ന് നോട്ട് ചെയ്യുക. വ്യാഴാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഈ ഒരു 3 ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ആ ദിവസങ്ങൾ അപേക്ഷിച്ച് മറ്റു ദിവസങ്ങളിൽ വരികയാണെങ്കിൽ അത്ര തിരക്കുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ അത് ആദ്യമേ പറയാമെന്ന് കരുതിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ മന്ദിറിൻ്റെ ഭാഗത്തേക്ക് നടന്നു പോകാം. സായി ടെമ്പിൾ ഇവിടെ എത്തി. ഈ കാണുന്ന അങ്ങോട്ടാണ് സായി ടെമ്പിൾ. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് 1 കിലോമീറ്റർ. ഭക്തി നിവാസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 കിലോമീറ്ററാണ് ഈ ഒരു മന്ദിറിൻ്റെ ഇവിടുന്ന് ഭക്തി നിവാസിലേക്കുള്ളത്. ഇതാണ് കാണുന്നതാണ് മന്ദിർ. അയ്യോ, അതുവഴി പോയാൽ നമുക്ക് റോഡ് മുറിച്ച് കിടക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് റോഡ് മുറിച്ച് കിടക്കണം. വേ ടു ദർശൻ ക്യൂ. ഇവിടെ നോട്ട് അലൗഡ്. കണ്ട, മൊബൈൽ ഫോൺ, ക്യാമറ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല ഇതിൻ്റെ അകത്തോട്ട്. അപ്പോൾ നമുക്ക് ദർശനം നമുക്ക് കാണാൻ പോകാം. പക്ഷേ നമുക്കതൊന്നും അകത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഫ്രീ ദർശനത്തിൻ്റെ ക്യൂ ആണ്. നമുക്ക് ഇവിടെ വരാം. അതിനു മുന്നേ ഒരുപാട് ഗേറ്റ് നമ്പേഴ്സ് ഉണ്ട്. പെയ്ഡ് ദർശനൊക്കെ ഉണ്ട്. പൈസ കൊടുത്തിട്ടില്ല ദർശൻ. അതൊക്കെ അതിൻ്റെയൊക്കെ ഗേറ്റ് അങ്ങ് അവിടെയാണ്. ഇവിടുത്തെ ലോക്കർ, അതായത് മൊബൈലൊക്കെ ലോക്ക് ചെയ്യേണ്ട സ്ഥലം ഇതാണ്. ഒരു മൊബൈലിന് 5 രൂപ പെർ മൊബൈൽ, 5 രൂപ. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇതൊക്കെ വെച്ചതിന് ശേഷം മാത്രമേ എൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇത്
ഫ്രീ ഷൂ സ്റ്റാൻഡ്, അതായത് നമ്മുടെ ചെരുപ്പൊക്കെ ഉള്ളത് ഇതിൻ്റെ അകത്ത് ഇവിടെ വെച്ചിട്ട് പോകണം. ഇവിടെയാണ് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ. ഇവിടെ മാത്രമല്ല ലോക്കർ ഉള്ളത്, ഇത് മൊബൈൽ ലോക്കർ ഇതേ ഇവിടെയും ഉണ്ട്. ബാഗ് ആൻഡ് ക്ലോക്ക് റൂം ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഇത്. പ്രസാദ് സെയിൽ, ഇവിടെ പ്രസാദ് സെയിൽ എന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീ ഷൂ സ്റ്റാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലായിടത്തും വെക്കാം. ഇവിടെ നിന്നൊക്കെ ക്യൂ ഉണ്ടതാ, ഭാഗത്തെല്ലാം മൊത്തം ക്യൂ ആ. ഇവിടെ എല്ലാം ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. വേണ്ടതാ നല്ല തിരക്കായി. ഇനിയിപ്പോൾ വൈകുന്നേരം സമയമാകും തോറും. ഇവിടെ ഉണ്ട് ഈ ക്ഷേത്രത്തിന്റെ വലിയൊരു ഭാഗം കാണുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ അകത്തേക്കൊക്കെ കയറണമെങ്കിൽ ഇതിലൂടെ ഒന്നും പറ്റില്ല. വേറെ എൻട്രി ഗേറ്റ് ഉണ്ട്, നല്ല കനത്ത സുരക്ഷയാണ് ഈ ഒരു ഭാഗത്തുള്ള. നല്ലൊരു സ്ട്രീറ്റാണിത്. കടകളൊക്കെ ഒരുപാടുണ്ട്. പേടകളൊക്കെ കിട്ടും. സായിബാബ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ചാവടി. ഇവിടെ ശ്രീ ചാവടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ദ്വാരകാമയി എന്നുണ്ട്. ഇവിടെ ഒരു ആൽമരം ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് ശ്രീ സായിബാബ സമാധി മന്ദിർ പരിസർ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതിലൂടെയും കയറാം. വൈകുന്നേരം ആയല്ലോ, നല്ല തിരക്കിന് വന്നു തുടങ്ങുകയാണ്. നമ്മുടെ സായിബാബയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു ആത്മീയ ഗുരുവും അതുപോലെ തന്നെ ഒരു വിശുദ്ധം കൂടിയായിരുന്നു സായിബാബ. അതുപോലെ തന്നെ ഷിർദീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 5 പതിറ്റാണ്ടിലേറെ താമസിക്കുകയും അതുപോലെ തന്നെ പ്രസംഗിക്കുകയും ചെയ്ത ഒരു സ്ഥലമാണ് ഷിർദി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഞങ്ങൾ നേരത്തെ പറയണ്ടേ നമ്മുടെ സായിബാബ സൺസ് ആൻഡ് ട്രസ്റ്റ്, അത് തന്നെ എന്താ പറയുക ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്ര സംഘടനയിൽ ഒന്നാണ് അത്. പിന്നെ ഇവിടെ ഞങ്ങൾ കണ്ടൊരു മറ്റൊരു ഇതാണ്, ഒരുപാട് സ്വാമിമാരൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അത് പറയേണ്ട കാര്യമില്ലല്ലോ. അതെ അതെ അതെ, എന്താ പറയാ നമ്മുടെ ഇപ്പോൾ മണ്ഡലകാലം കൂടിയാണല്ലോ, ഡിസംബർ മാസമാണല്ലോ. അപ്പോൾ ഒരുപാട് സ്വാമിമാരൊക്കെ വരുന്നുണ്ടാവും. മഹാരാഷ്ട്രയിൽ നിന്ന് ഇവിടുന്ന് എനിക്കൊന്ന് വരും തെലുങ്കാന അല്ലെ, ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ തെലുങ്ക് പദം കാണുന്നുണ്ട്. അത് ഇവിടെ തെലുങ്ക്, അതായത് പല കടകളിലും തെലുങ്ക് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് ആ ഒരു ഭാഗത്ത് ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഭാഗത്ത് നിന്ന് ഒരുപാട് എന്താ പറയുക വിശ്വാസികൾ ഭക്ത ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ദ്വാരകാമായി മന്ദിർ കണ്ടു, ചാവടി, പിന്നെ ഒരു വേപ്പ് മരം കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സായിബാബയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലങ്ങളാണ്. പിന്നെ അവിടെയൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ചിത്രീകരിക്കാൻ സാധിക്കാത്തത്. ഇനിയിപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് ലോക്കറിലൊക്കെ വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക സായിബാബേന്റെ മെയിൻ ഒരു ആശയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ദാനധർമ്മം തന്നെ, മറ്റുള്ളവരെ സഹായിക്കുക എന്ന് തന്നെയാണ്. അപ്പം അതിലേക്ക് കൂടുതൽ വരുന്നില്ല. കാരണം സായിബാബേന്റെ ഒരുപാട് എന്താ പറയുക നമ്മുടെ ആശുപത്രികൾ ഇതൊക്കെ എന്താ പറയുക നമ്മുടെ ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാവും. അപ്പം പിന്നെന്താ പറയുക പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ക്ഷേത്രത്തിനകത്തോട്ട് കയറണം. ഈ പറയുന്ന എൻ്റെയും മനുവിൻ്റെയും മൊബൈൽ അവിടെ ലോക്കറിൽ വെക്കണം. അതുപോലെ തന്നെ ചെരുപ്പ് ഇതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അതാണ് മെയിൻ പ്രശ്നം. നിങ്ങളെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ റെസ്ട്രിക്ഷൻസ് അത് നമുക്ക് അംഗീകരിക്കണമല്ലോ. അത് ഈ ക്ഷേത്രമല്ല എല്ലാ ക്ഷേത്രത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു അച്ചടക്കം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു ഇതൊക്കെ നോക്കിയ ശേഷം നമുക്ക് കയറണം. അതിനുശേഷം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് മുംബൈയിലേക്ക് പോവുകയാണ്. അതിൻ്റെ യാത്രയുടെ വീഡിയോ അടുത്ത ദിവസം വരും. ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഷിർദിയിൽ എങ്ങനെ എത്തിച്ചേരാം, ഇവിടുത്തെ അക്കോമഡേഷൻ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലേ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പരിമിതികൾ വെച്ചിട്ടുള്ള വീഡിയോ ഇത്. കാരണം ക്ഷേത്ര പരിസരത്ത് നമുക്ക് ഇതിൽ കൂടുതലൊന്നും അങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി കഴിയില്ല. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക ഇനി അടുത്തൊരു യാത്രക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷിർദി എന്ന് വെച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മറ്റു ബൈ.